അനാഥത്വത്തിൻ്റെ കൈപ്പേറിയ നാൾവഴികളിൽ മത്സ്യക്കച്ചവടം ജീവിതോപാധിയാക്കി മാറ്റാൻ ഇറങ്ങിത്തിരിച്ച വേളയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഇടപെടൽ കാരണമായി വിജ്ഞാന വഴിയിലേക്ക് ഗതിമാറിയ കുഞ്ഞിമരക്കാർ വളർന്ന് യുവാവായി പണ്ഡിതനായി. ഉത്സാഹിയും ഊർജ്ജസ്വലനുമായ തൻ്റെ മകൻ വിവാഹിതനായി കാണണമെന്ന അതിയായ ആഗ്രഹം മാതാവിനുണ്ടായി. ഉമ്മ മകനെ അടുത്ത് വിളിച്ച് കാര്യം ധരിപ്പിച്ചു. മകൻ്റെ സമ്മതം ലഭിച്ചപ്പോൾ ഉമ്മ നാട്ടുപ്രമാണിമാരോടും കാരണവന്മാരോടും കാര്യമറിയിച്ചു. പൊന്നാനി സ്വദേശിനിയായ ആയിഷ എന്ന പെൺകുട്ടിയുമായി വിവാഹം പറഞ്ഞുറപ്പിച്ചു. മലബാറിലെ പഴയകാല കല്യാണ ചമയങ്ങൾ വളരെയേറെ കൗതുകം ജനിപ്പിക്കുന്നവയാണ്. നാട്ടുപാട്ടുകളുടെയും ആരവങ്ങളുടെയും അകമ്പടിയോടെ കാൽനടയായി പുതുമാരൻ പുരുഷാരവുമൊത്ത് വധൂഗൃഹത്തിലേക്ക് യാത്ര തിരിക്കും. വധൂഗൃഹത്തിലെത്തി നിക്കാഹും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ഇരുട്ടിൽ ചൂട്ട് തെളിച്ച് ആരവങ്ങളും മംഗലപ്പാട്ടുകളുമായി ആവേശപൂർവ്വം പുതുമാരൻ്റെയും സുഹൃത്തുക്കളുടെയും തിരിച്ചുവരവ് വളരെ ആനന്ദദായകമായ അനുഭൂതി പകരുന്നതാണ്. നമ്മുടെ കഥാപുരുഷൻ്റെ വിവാഹസുദിനമാണിന്ന്. മംഗലപ്പന്തലിൽ വന്നു ചേർന്നവർക്കൊക്കെ അന്നപാനാദികൾ വിതരണം ചെയ്ത് കാത്തിരിക്കുമ്പോൾ വധൂഗൃഹത്തിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ പുതുമാരനെ തേടി കടന്നു വന്നു. അവർക്കുള്ള സ്വീകരണവും നൽകി വീട്ടുകാരോടും കുടുംബാദികളോടും യാത്ര പറഞ്ഞ് കുഞ്ഞിമരക്കാരും പരിവാരങ്ങളും വധൂഗൃഹം ലക്ഷ്യമാക്കി നടന്നു. വമ്പിച്ച വരവേൽപ്പോടുകൂടി തന്നെ കുഞ്ഞിമരക്കാർ നിക്കാഹിൻ്റെ മണ്ഡപത്തിലേക്ക് കടന്നു ചെന്നു. കുഞ്ഞിമരക്കാർ മാലയിലെ വരികളിലൂടെ നമുക്കിക്കാര്യം പരിചയപ്പെടാം. അന്നേ ഒരു നാളിൽ മോൻകിട്ടേ ചെന്നിട്ട് ആശ ഒന്നേറ്റം എനിക്കുണ്ട് എന്നോ നിന്നിൽ ഒരു പെണ്ണ് ഇണ ചേർത്ത് കാണാനെ നിർത്തിയ ബാക്കീനെ സമ്മതപ്പെട്ടോവർ ചെന്ന് ഉമ്മ നാട്ടിൽ കാരണന്മാരോട് ചേതി തിരിത്ത് ആദിനായി തിരഞ്ഞോവർ തന്നിലീണ ഓത്തെ പെണ്ണൊന്ന് കണ്ടിട്ട് നാടിൻ്റെ ഗോത്രക്കാരുമായി ഉറച്ചോവർ കല്യാണത്തിന് കൂറിയും കഴിച്ചിട്ട് കൗതുകത്തിൽ പൂരാ പന്തൽ ചമയ്ത്തോവർ ഉല്ലാസത്തോടന്ന് വേണ്ടപ്പെട്ട ആളുകൾ ഒക്കെ പൂരാ പന്തൽ വന്ന് നിറഞ്ഞോവർ ബല്ലിമനയിന്ന് പുതുമാരനെ തേടി വൈനീളം പാടിയ പുരകൊള്ളെ വന്നോവർ എല്ലാവർക്കും അന്നപാനങ്ങൾ കൊടുത്തിട്ട് ഇമ്പപ്പുതുമാരൻ അംഗം ചമയ്ത്തോവർ പുതുമാരനും മാക്കും മറ്റും സലാം ചൊല്ലി പുരുഷാരത്തോടെ ഇറങ്ങി നടന്നോവർ ശിതമായ വൈനീളം പാടി നടന്നിട്ട് സ്ത്രീയാൾ പോരയോട് അടുത്ത് ഉടനവർ എതിരേറ്റ് ചെന്ന് പാടത്തിൽ ഇരിക്കുമ്പോൾ ഇശലോടെ ബന്ധം നീക്കാഹും കഴിച്ചോവർ. വെളിയങ്കോടുള്ള മാനാത്ത് പറമ്പിൽ വീട്ടിൽ നിന്നും എനിക്ക് കിട്ടിയ കുഞ്ഞിമരക്കാർ മാലയിൽ ഇനിയും ഒത്തിരി ചരിത്രങ്ങൾ കൂടി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.